ആത്മീയ കേന്ദ്രത്തിനൊപ്പം മലപ്പുറം കേന്ദ്രീകരിച്ച് നടന്ന അധിനിവേശ പോരാട്ടങ്ങളുടെ പ്രധാന കേന്ദ്രമായിരുന്നു കടലുണ്ടിപ്പുഴയോരത്തുള്ള തിരൂരങ്ങാടി വലിയ പള്ളി. മലബാറിലെ വിവിധ കേന്ദ്രങ്ങൾക്കെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട മാപ്പിളമാരുടെ ഖബറിടം ഇവിടെയാണുള്ളത്. ആത്മീയതയ്ക്കൊപ്പം തന്നെ പോരാട്ട ചരിത്രം കൂടിയുള്ള തിരൂരങ്ങാടി വലിയ പള്ളിയെക്കുറിച്ച് കൂടുതൽ അറിയാം ഇന്നത്തെ ദൈവമേ കൈതൊഴാമി. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ ഇന്ത്യയിലുടനീളം പ്രക്ഷോഭം നടക്കുന്ന കാലത്ത് വലിയ പോരാട്ടങ്ങൾക്കാണ് തിരൂരങ്ങാടി സാക്ഷ്യം വഹിച്ചത്. 1921 ഖിലാഫത്ത് നേതാവ് ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പോരാട്ടം തിരൂരങ്ങാടി വലിയ പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു. 1921 ആഗസ്റ്റ് 30 ബ്രിട്ടീഷ് പട്ടാളം പള്ളി വളഞ്ഞ് വെടിവെച്ച് കൊലപ്പെടുത്തിയ പ്രക്ഷോഭകരെ കബറടക്കിയതും ഈ ആത്മീയ കേന്ദ്രത്തിലാണ് എന്ന ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട്. ഒരു പള്ളി അതിനപ്പുറത്ത് പള്ളിയുടെ അപ്പുറത്ത് വലിയൊരു നിർവ്വഹണം കൂടെ ഉണ്ടായിരുന്നു. ജനങ്ങളുടെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു ആ കാലത്ത് പള്ളി. ഇതിന് തിരുരങ്ങാടിയുടെ ആദ്യമായിട്ടുണ്ടായ ഒരു കാശി പരമ്പരയുണ്ട് തിരുരങ്ങാടിക്ക്. ജനങ്ങൾക്കിടയായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയൊക്കെ ചെയ്യുന്ന പള്ളി കേന്ദ്രീകരിച്ച് ഖാദിമാരൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു കോടതിയുടെ നിർവ്വഹണം കൂടെ കൃത്യമായി നടന്നു പോയിരുന്നു. അതിന് നേതൃത്വം നൽകുന്നത് ഒരു ജഡ്ജിയായിരുന്നു ഖാദി എന്ന് പറയുന്നത്. അത് ഇന്നും 1880 ആ ഖാദിയുടെ ഒരു ഖാദി ആക്ട് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നു. ആ ആക്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്നും തിരുരങ്ങാടി ഖാദി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളാണ് ഖാദി ആക്ട് പ്രകാരം നിയമിച്ച ഖാദി തന്നെയാണ്. അപ്പോൾ അന്ന് അതിനു മുമ്പുള്ള 400 വർഷം പഴക്കമുള്ള ഒരു ഖാദി പരമ്പരയാണ് തിരുരങ്ങാടിക്കുള്ളത്. അതായത് പ്രഥമ ഖാദിയാണ് അലി ഹസൻ തങ്ങൾ. അവരെ മക്ബറയാണിത്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരാണ്. നദീതീരങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപാര സൗഹൃദങ്ങൾ വളർന്നതോടൊപ്പം ഇസ്ലാമിക പ്രബോധനത്തിനും വലിയ പള്ളി പ്രധാന കേന്ദ്രമായി നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇടം നേടിയിട്ടുണ്ട്. യമനിലെ ഹളർമൗത്തിൽ നിന്ന് കേരളത്തിലെത്തിയ മമ്പുറം തങ്ങന്മാരും വലിയ പള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. കടലുണ്ടിപ്പുഴയോരത്തുള്ള വലിയ പള്ളിയുടെ മറുകരയിലാണ് മമ്പുറം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. കാലപ്പഴക്കത്തെ തുടർന്ന് 2011 പൂർണ്ണമായും പുതുക്കിപ്പണിത വലിയ പള്ളി എക്കാലവും ചരിത്ര സ്മരണകളുള്ള ഒരു ആത്മീയ കേന്ദ്രമായി നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നും. ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.